ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പാൻ കാർഡിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം, എന്തൊക്കെ അറ്റസ്റ്റേഷൻ വേണം, ഇത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് മാറിക്കിട്ടും. കഴിഞ്ഞ 2-3 വീഡിയോകളിൽ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കമൻറ്റിലൂടെയും കോള് വിളിച്ചും എല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാൻ കാർഡുകൾ അക്ഷയയിലും ജനസേവന കേന്ദ്രങ്ങളിൽ കൊടുത്തിരിക്കുന്ന പാൻ കാർഡുകൾ പേരും ഡേറ്റ് ഓഫ് ബർത്തും അപ്ഡേറ്റ് ആയിട്ട് വരാൻ ലേറ്റ് ആകുന്നതും റിജക്റ്റ് ആകുന്നതും എന്തുകൊണ്ടാണെന്നുള്ളത്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതെങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ. എങ്കിലും ഒന്ന് റഫായിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഈ വൺ സൈഡുള്ള റിക്വസ്റ്റ് ഫോർ ന്യൂ പാൻ കാർഡ് ഓർ ആൻഡ് ചേഞ്ചസ് ഫോർ കറക്ഷൻ ഇൻ പാൻ ഡാറ്റ. ഈ ആപ്ലിക്കേഷൻ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. 2 സൈഡുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കരുത്. ഇതിന് 2 ഫോട്ടോ ഒട്ടിക്കുക. ഈ പാൻ നമ്പർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ പാൻ നമ്പർ നിങ്ങളുടെ പഴയ പാൻ നമ്പർ കൃത്യമായിട്ട് ഇതിൽ എഴുതുക. ഈ കാണുന്ന കോളത്തിൽ ഈ 2 കോളം, ഫോട്ടോയുടെ താഴെ കാണുന്ന കോളത്തിലും പേജിൻ്റെ ലാസ്റ്റ് കാണുന്ന കോളത്തിലും കൃത്യമായിട്ട് അതിൻ്റെ സൈഡിൽ ഉൾവശത്ത് ലൈനുകൾക്ക് ടച്ച് ആകാതെ നിങ്ങളുടെ കൃത്യമായിട്ട് മാക്സിമം വലിപ്പത്തിൽ സിഗ്നേച്ചർ ചെയ്യുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 സൈഡിലൊട്ടിക്കുക. ബാക്കി നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുക. ഫാദർ നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, മെയിൽ ID, ഈ കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്ത് പാൻ സെൻറ്ററിൻ്റെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ കൊടുത്തു കഴിഞ്ഞാലും ചെയ്യാൻ സാധിക്കും. അക്ഷയയിലോ ജനസേവന കേന്ദ്രത്തിലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ കൂടെ 3 കാര്യങ്ങളാണ് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് പറയുന്നത്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. മിനിമം 3 ഡോക്യുമെൻ്റ് ആണ് പറയുന്നത്. ഒന്ന് ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഒരു ഫോം, അതിൽ നിങ്ങളുടെ കറക്ഷൻ ചെയ്യേണ്ട പേരും പഴയ പേരും പുതിയ പേരും രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ അതിനോട് സാമ്യമുള്ള, ആധാർ കാർഡിനോട് സാമ്യമുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആയിട്ടുള്ള വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, 10th മാസ് കാർഡ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ എന്തെങ്കിലും 2 ഡോക്യുമെൻറ്റും കൂടി സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഒരു ഡോക്യുമെൻറ്റും ഇല്ലാത്തവർക്ക് ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റേഷൻ മാത്രം കൊടുത്ത് ഒരു പരിധി വരെ പാസ്സായി കിട്ടുന്നുമുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്കിന് പേയ്മെൻറ്റ് നിങ്ങൾ 1000 രൂപ പെനാൽറ്റി അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസീറ്റും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടുക. കാരണം പാൻ കാർഡിലും ആധാർ കാർഡിലും പേരോ ഡേറ്റ് ഓഫ് ബർത്തോ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ലിങ്ക് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൻ്റെ അറ്റസ്റ്റേഷൻ, ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റേഷൻ എങ്ങനെയാണ് വേണ്ടത് എന്നുകൂടി പറഞ്ഞു തരാം. ഇതിലാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു അറ്റസ്റ്റേഷൻ, സാധാരണ രീതിയിലുള്ള ഗസറ്റ് ഓഫീസർ ഒരു അറ്റസ്റ്റേഷൻ കൊണ്ട് ഈ പാൻ കാർഡിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടില്ല. ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഇത് പാസ്സാക്കി തരില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. അത് എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇതിൽ കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ഈ അനെക്സർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് നോക്കുക. ഏറ്റവും മുകളിൽ തൊട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഈ ഹൈഡ് അനെക്സർ A ഈ സർട്ടിഫൈഡ് ബൈ ദി മെമ്പർ ഓഫ് പാർലമെൻറ്റ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലർ, ഗസറ്റഡ് ഓഫീസർ, ഇങ്ങനെ ഇൻകം ടാക്സ് റൂള് 1962 ഈ ഹെഡിങ്ങോട് കൂടി തന്നെ വേണം നിങ്ങൾ ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റേഷൻ ചെയ്യാൻ. ഇതിനകത്ത് ആദ്യം കാണുന്നത്, ഇതിനകത്ത് ഈ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്ന വശം, അത്
ഇത് ഏത് ഗസറ്റർ ഓഫീസറാണോ അറ്റസ്റ്റ് ചെയ്യുന്നത് ആ ഗസറ്റർ ഓഫീസറിൻ്റെ ഒഫീഷ്യൽ ID കാർഡിൻ്റെ കോപ്പിയാണ്, ഫോട്ടോയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ID കാർഡിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഹൈഡ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇത് ആരുടെയാണോ പേര് ചേഞ്ച് ചെയ്യുന്ന പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്, അത് ചെയ്യാനുള്ള ഇതാണ് ഇതിനകത്ത് ഈ സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഗസറ്റർ ഓഫീസർ അറ്റസ്റ്റേഷൻ, സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് അറ്റസ്റ്റ് ചെയ്യേണ്ട പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യേണ്ട ആളുടെ ഫോട്ടോ ഇവിടെ കൊടുക്കണം. മൂന്നാമത് ഇത് അവരുടെ ഒഫീഷ്യൽ സീലാണ് കൊടുത്തിരിക്കുന്നത്, ഈ മൂന്നാമത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് ആണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സൈഡ് വശം കാണാം. അപ്പം പിന്നെ പച്ച മഷി കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഈ ഗസറ്റർ ഓഫീസറുടെ ID കാർഡും സീലും നിങ്ങളുടെ ഫോട്ടോയും കൂടെ കൂടിയിട്ട് അവർ അറ്റസ്റ്റ് ചെയ്ത് തരും. ഇങ്ങനെയാണ് ഫസ്റ്റ് അറ്റസ്റ്റേഷൻ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാനുള്ള സൗകര്യമുണ്ട്. ഒറിജിനൽ ഇപ്പോൾ ആധാർ കാർഡിലുള്ള പേര്, പാൻ കാർഡിലല്ലാത്ത പേര് ആധാർ കാർഡിലുള്ള പേരാണ് എഴുതേണ്ടത്. രണ്ടാമത് നിങ്ങളുടെ ഫാദർ നെയിം എഴുതണം. ഫാദർ നെയിം താഴെ കൊടുത്തിട്ടുണ്ട്. ഫാദർ നെയിമാണ് രണ്ടാമത് എഴുതുന്നത്. ഇതെല്ലാം കൊടുക്കുന്നത് ആധാർ കാർഡിലുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തുമാണ്. നിങ്ങളുടെ പാൻ കാർഡിലുള്ള എഴുതാനുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ താഴോട്ട് വരുന്നത് അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്. ഇവിടെ കൊടുക്കുന്നത് നെയിം, അതേ നെയിം തന്നെ, മേലെ കൊടുത്ത അതേ നെയിം തന്നെ കൊടുക്കുക. ഫാദർ നെയിം കൊടുക്കുക. ഫാദർ നെയിം ഇനിഷ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇനിഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. മദർ നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെവശത്ത് നമ്മുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് ആണെങ്കിൽ ആ അഡ്രസ്സും ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഇപ്പം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ പ്രീവിയസ് നെയിം എന്ന് പറഞ്ഞാൽ പാൻ കാർഡിലുള്ള നെയിം. ഇനി പറയുന്നത് പ്രീവിയസ് നെയിം എന്ന് പറഞ്ഞാൽ പാൻ കാർഡിലുള്ള നെയിം. നിങ്ങളുടെ പാൻ കാർഡിൽ ഒരു നെയിം ആയിരിക്കും, ആധാർ കാർഡിലെ ഒരു നെയിം ആയിരിക്കും. അപ്പോൾ പഴയ നെയിം എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രീവിയസ് നെയിം. ഇത് നിങ്ങൾ പാൻ കാർഡിൽ എന്ത് പേരാണ് ഉള്ളത് അത് അതേപടി ഇതിൽ എഴുതുക, ഈ പ്രീവിയസ് നെയിമിൽ എഴുതുക. അതുപോലെ തന്നെ പ്രീവിയസ് ഫാദർ നെയിം മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ പ്രീവിയസ് ഫാദർ നെയിം ഇതിനകത്ത് എഴുതുക. ഫാദർ നെയിം മാറ്റുന്നത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഫാദർ നെയിം മാറുക എന്ന് പറയുന്നത് സിബിലിലൊക്കെ ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഫാദർ നെയിം ആയതുകൊണ്ട് അത് മാറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും പേരും ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ടൈമിൽ ഈസി ആയിട്ട് വരുന്നത്. അതുപോലെ പ്രീവിയസ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡിൽ കിടക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് എഴുതുക. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൂടെ വെച്ച് ഇതാരാണോ ഈ ഐഡൻറ്റി കാർഡ് തരുന്നത് അവർ കൃത്യമായിട്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിലെ പോലെ തന്നെ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തുകൊണ്ടാണ് അക്ഷയയിലും അവിടെ ഇവിടെ ചെന്ന് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് പാസ്സായി കിട്ടാത്തത്. ഒരു പക്ഷേ ചിലത് പാസ്സായി കിട്ടിയെന്നിരിക്കും, ചിലത് പാസ്സായി കിട്ടുന്നില്ലെന്നിരിക്കും. പ്രത്യേകിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പേര് ഉള്ളത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിലും അതിൻ്റെ കൂടെ 2 ഡോക്യുമെൻസും ഏതെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എത്രയാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് ആ ഡീറ്റെയിലും കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് റിസർവ് ബാങ്ക് പുതിയ പാൻ കാർഡ് തരികയുള്ളൂ. എന്തായാലും പാൻ കാർഡ് പുതുക്കാനുള്ള ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗസറ്റർ ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുന്നതും ഡേറ്റ് ഓഫ് ബർത്തും പേരും അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഗസറ്റർ ഓഫീസറിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പാൻ കാർഡിനെ സംബന്ധിച്ചിട്ടുള്ളതോ ആധാർ കാർഡിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡീറ്റെയിൽസും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക് എവരിബഡി.